ലൈവിൽ ഇപ്പോൾ കുറച്ചു മുമ്പ് അനിമോളും ഷാനവാസും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായി. അതിൽ അനിമോള് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ എൻ്റെ പേര് വലിച്ചഴക്കരുത്, അതെന്റെ റിക്വസ്റ്റ് ആണ്. അവളെ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് പറയരുത്. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർത്തേക്കണം, അതിൽ എൻ്റെ പേര് വരരുത് എന്ന്. അപ്പാനിശ്വരത്തിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഞാൻ ആരുടെ പേരും അങ്ങനെ പറയാറില്ലല്ലോ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അവന്റെ കാര്യങ്ങൾ പുറത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും പറയാറില്ലല്ലോ എന്ന് ഷാനവാസ് കൂട്ടിച്ചേർത്തു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അവർക്കത് പുറത്തുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട്. നിങ്ങൾ പുറത്ത് നല്ല കൂട്ടല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തൂടെ, ഇവിടുന്ന് ഇറങ്ങിയാലും നിങ്ങൾ കൂട്ടാവത്തില്ലേ പഴയതുപോലെ എന്നുള്ള രീതിയിലൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്. പുറത്ത് നല്ല കൂട്ടായിരുന്ന ആള് ഇവിടെ വന്നിട്ട് എനിക്കിട്ട് പണി തന്നോണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. എനിക്ക് അവനോട് മാറി നിന്ന് സംസാരിക്കണ്ട എന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പോകാനാണോ തീരുമാനം എന്ന് അനുമോള് ചോദിക്കുന്നു. അതെ എന്നുള്ള രീതിയിൽ ഷാനവാസ് മറുപടി പറയുന്നുണ്ട്. മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ 8ന്റെ പണി ഞാൻ അവന് കൊടുക്കും. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ ഓക്കെ, നെഞ്ചില് കൊണ്ടതാണെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട്. നെഞ്ചില് കൊണ്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അത് ആരോടും പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നു. എന്നെ അടിച്ചാൽ ഞാൻ ഡബിൾ ആയിട്ട് അടിച്ചിരിക്കും തിരിച്ച്. ഇപ്പൊ അവനെന്റെ പിന്നാലെ മോങ്ങിക്കൊണ്ട് നടക്കുവാണ്, സോറി സോറി എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അടിച്ചാൽ താങ്ങത്തില്ല എന്ന് അവന് അറിയാം. ഇവിടുന്ന് പോകുന്നത് വരെ മിണ്ടണ്ടെന്ന് ഞാനും വിചാരിച്ചതാണ്, എന്നെ ഒരുപാട് വേദനിപ്പിച്ചതാണെന്ന് അനുമോള് പറയുന്നുണ്ട്. നീ ഒരു മന്ദബുദ്ധിയാണ്, എന്നെ അതിന് കിട്ടത്തില്ല എന്നും ഷാനവാസ് പറയുന്നുണ്ട്. അനുമോള് മിണ്ടിയ കാര്യമാണ്, കോംപ്രമൈസ് ചെയ്ത് മിണ്ടിയല്ലോ, ആ കാര്യമാണ് അനുമോള് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് പിന്നെ അക്ബറിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അക്ബർ കളിക്കുന്നത് ഡബിൾ ഗെയിം ആണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അനുമോൾക്കും സത്യം പറഞ്ഞാൽ പ്രശ്നം അക്ബറുമായിട്ടാണ്. ഈ അപ്പാനിശ്വരത്ത് അക്ബറിന്റെ കൂടെ നിൽക്കുന്നതാണ് ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ നോക്കി കാണുന്നത്. അവരുടെ ആ ഒരു സഖ്യത്തെ പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു മെയിൻ ഗെയിം പ്ലാൻ ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അപ്പാനിശ്വരത്തിനെ പരമാവധി മാനസികമായിട്ട് തളർത്താനായിട്ട് നമ്മുടെ ഷാനവാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.